മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നിൽ പോലീസ് ഗൂഢാലോചന ഉണ്ടെന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 എന്നാൽ അക്രമ സംഭവത്തെ ന്യായീകരിച്ച് CPIM നേതാക്കൾ രംഗത്തെത്തി. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നാണ് ഇന്റലിജൻസ് കണ്ടെത്തൽ. അക്രമത്തിന് പോലീസ് ഒത്താശ ഉണ്ടായിരുന്നു. അക്രമം നടക്കുമ്പോൾ നല്ലൊരു ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരും കാഴ്ചക്കാരുടെ റോളിലായിരുന്നു. പ്രതിഷേധത്തിന് സഹായം നൽകിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്ന വോയിസ് ക്ലിപ്പും ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ പ്രമുഖനായ നേതാവിന്റെ വീട്ടിൽ ഇഡി പരിശോധന നടക്കുമ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോ IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാതിരുന്നത് ഗുരുതര വീഴ്ചയാണ്. മ്യൂസിയം SHO 10 വർഷമായി സ്പെഷ്യൽ ബ്രാഞ്ചിലായിരുന്നു. ഇദ്ദേഹത്തിന് അടുത്ത കാലത്തൊന്നും പ്രതിഷേധം കൈകാര്യം ചെയ്ത അനുഭവ പരിചയമുണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയെയും ഇന്റലിജൻസ് മേധാവിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വീട്ടിലേക്ക് വിളിച്ചുവരുത്തി വിശദീകരണം തേടി. അക്രമികളെയെല്ലാം ഉടനടി അറസ്റ്റ് ചെയ്യണമെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം, അതിലേക്ക് ആവശ്യം നടപടി സ്വീകരിക്കുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് CPIM നേതാക്കൾ. നെറുകേടിനെതിരെ ഉണ്ടായ പ്രതികരണമെന്നാണ് M സ്വരാജ് പ്രതികരിച്ചത്. സ്വന്തം ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് കരുതി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ നെറുകെട്ട ആക്രമണങ്ങളെയും ജീവൻ നൽകി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മഹാജനസഞ്ചയം ഈ കേരളത്തിലുണ്ട്. ആ കേരളത്തിലെ ജനരോഷത്തിന്റെ മുന്നിൽ ഇഡിയുടെ നടത്തിപ്പുകാരും നാണം കെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണത്തെ സ്വാഭാവിക പ്രതിഷേധമെന്നാണ് V ശിവൻകുട്ടി വിശേഷിപ്പിച്ചത്. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്ദേശമില്ല. പാർട്ടി ഓഫീസ് കയറി റെയ്ഡ് ചെയ്തും നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയും CPMനെ തകർക്കാൻ വേണ്ടി നോക്കിയാൽ അത് ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുക. ക്ഷുഭിതരായ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഉദ്യോഗസ്ഥ സംഘം ഇറങ്ങിയതാണ് പ്രശ്നമെന്ന് EP ജയരാജൻ പറഞ്ഞു. ബോധപൂർവം ഒരു പ്രശ്നമുണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്? സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് പുറത്തു നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ആ ജനക്കൂട്ടത്തിന് നേരെ കാറുപെടുത്ത് പോകാൻ പറ്റുമോ? സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകില്ലേ? ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാർ തകർന്നതിൽ നഷ്ടം നികത്താൻ CPIM ഇടപെടും. ഡ്രൈവറുമായി സംസാരിച്ചെന്നും പാർട്ടി ഇടപെടുമെന്നും AA റഹീം പറഞ്ഞു. പ്രവർത്തകരുടേത് വൈകാരിക പ്രകടനമാണെന്നും കേസുകൾ നിയമപരമായി നേരിടുമെന്നും റഹീം ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. ഒരു അരമണിക്കൂർ കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ പോട്ടെ, 1 മണിക്കൂർ കൊണ്ടോ അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യം മണിക്കൂറുകൾ നീണ്ടുനിന്ന ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് ഇതിനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോയത് ഞങ്ങളാണോ ED ആണോ? അങ്ങനെ വരുമ്പോഴേക്കും ഇത് അറിഞ്ഞെത്തുന്നവർ വൈകാരിക വിക്ഷോഭത്തിൽ അവർ പ്രതികരിച്ചു. CMRL MD ശശിധരൻ കർത്തയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് CPIM അക്രമം അഴിച്ചുവിട്ടതെന്ന് BJP ആരോപിച്ചു. നിയമത്തിന്റെ വഴിയിലൂടെ നേരിട്ടൂടെ? എന്തിനാ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്? തെരുവിലിറങ്ങി ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അക്രമം അഴിച്ചുവിടുന്നത്? അപ്പം അതിനർത്ഥം എന്താ വെച്ചാൽ ഇതിലും അടിയിൽ കനമുണ്ട്. പല രേഖകളും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകുന്ന രേഖകൾ കൈവശമുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ. തലസ്ഥാനത്തെ പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണിക്കാണ് സർക്കാർ ഒരുങ്ങുന്നത്. തിരുവനന്തപുരം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലെ ED ഓഫീസിന് സുരക്ഷ ശക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.